ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 5 മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്. മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അഫോർഡബിൾ റേഞ്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 ലിപ്സ്റ്റിക്സ്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 5 ലിപ്സ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 ബ്രാൻഡ്സ് ആണ് കേട്ടോ. അതിൽ വേറെ വേറെ ഷെയ്ഡ്സും എനിക്കിഷ്ടമാണ്, അപ്പോൾ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. സോ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ മേബലിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് ആകെ എത്ര 200 സംതിങ് ഉള്ളൂ. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അതിൽ പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇതാ ഞാൻ പെട്ടിരിക്കണ ഈ ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മിഡ് ടൗൺ പിങ്ക്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ആക്ച്വലി എൻ്റെ ലിപ്പിന് ചേരാത്തൊരു കളറാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ലിപ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈൻ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്താൽ നല്ലോണം അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് വലിയ റേറ്റ് ഇല്ല, അഫോർഡബിൾ റേഞ്ചിലുള്ള സാധനമാണ്. ആൻഡ് സെയിം റേഞ്ചിൽ വരുന്ന വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്. ക്രീമി മാറ്റിൽ വരുന്ന തന്നെ ഈസ്റ്റ് വില്ലേജ് റോസ്, അതാണ് ഈ ഷെയ്ഡ്. ഇതൊരു പിങ്ക് കളറാണ് വരുന്നത്. ഒരു പിങ്ക്, ആ കളർ എനിക്ക് വല്ലാണ്ട് ചേരില്ല. ഞാനത് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് അതും ആ ഷെയ്ഡ് എൻ്റെ ഇതിലോട്ടാക്കിയിട്ട് എൻ്റെ സ്കിൻ ടോണിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനത് മാറ്റാറുണ്ട്. പക്ഷേ ഇത് നല്ല ക്രീമി മാറ്റ്സ് ആണ്, ഡ്രൈ ആവില്ല, ലിപ്പിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് തോന്നിക്കൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇത് ഇഷ്ടമാണ്. തീരെ ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് പോകും, വീണ്ടും നമ്മൾ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ എനിക്ക് ഇതിഷ്ടമാണ്. അഫോർഡബിളാണ്, ഭയങ്കര അഫോർഡബിളാണ്. ബിലോ 300 അങ്ങനെ എന്തോ ഉള്ളൂ. ആൻഡ് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ലിപ് ഷെയ്ഡ്സ്. ഇനി അടുത്തത് ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഫ്രം നൈക്ക. ഇതും 500 സംതിങ്, ചിലപ്പോൾ 500 താഴെ കിട്ടാറുണ്ട് ഓഫറിനൊക്കെ. അപ്പോൾ ഇതിന് ഷെയ്ഡ് വരുന്നത് മദ്രാസ് കാപ്പി ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്. ഇതും എൻ്റെ ലിപ്സിന് ഭയങ്കര ന്യൂഡ് ഷെയ്ഡുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ട്രാൻസ്ഫർ പ്രൂഫാണ്, കുറേ നേരം നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ വലിയ വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. കുറച്ച് നേരം കഴിഞ്ഞ ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നും. പക്ഷെ എന്നാലും ആദ്യമൊക്കെ നമ്മൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ നേരം നിൽക്കും, ലോങ് ലാസ്റ്റ് ചെയ്യും. അതിൻ്റെ സെയിം റേഞ്ചിൽ വരുന്ന വേറൊരു ഷെയ്ഡാണ് ഈ ചായ് എന്ന് പറയുമ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. പക്ഷെ ഇത് ഇട്ട് വരുമ്പോൾ വേറെ തന്നെ ഒരു പിങ്കും അല്ല, ഒരു മൂവും അല്ല, എന്നാൽ ഒരു മെറൂൺ, അങ്ങനത്തെ ഒരു കളർ ഓഫ് ഷെയ്ഡാണ്. ഇത് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ടിൻറ്റ് അപ്പോഴും എൻ്റെ ചുണ്ടിൽ വെക്കും. മദ്രാസ് കാപ്പി യൂസ് ചെയ്യുമ്പം ആ ഒരു ടിൻറ്റ് നിൽക്കണില്ല. പക്ഷേ ഈ ചായ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടിൻറ്റ് അവിടെ തന്നെ ഒരു പിങ്ക് ടിൻറ്റ് വരും. അപ്പം ആ 2 ഷെയ്ഡ്സാണ് എനിക്ക് ഈ നൈക്കേൻ്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ്. പിന്നെ വേറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, നല്ല റെഡായിട്ടുള്ള മഹാറാണിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഓവർ റെഡാണ്. അതെനിക്ക് എൻ്റെ സ്കിൻ ടോണിന് അങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് വരുന്നൊരു മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് ഫ്രം മാമാഅർത്ത്. ഈ സാധനം, ഇതിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കാണ്, ഭയങ്കര തിക്കാണ്. മാറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കുറച്ച് നേരം യൂസ് ചെയ്ത് കുറേ ഒരു 1-2 മാസം കൂടി കഴിയുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ സ്വാച്ച് ചെയ്താൽ കണ്ടോ, ചെറിയൊരു പിഗ്മെൻ്റ് അല്ലേ, ഞാൻ ഒന്നുകൂടി അമർത്തിയാൽ എനിക്ക് നല്ലൊരു പിഗ്മെൻറ്റ് വരുള്ളൂ. കണ്ടോ, അപ്പോഴാണ് ഈ പിഗ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പുറത്തത്തെ ലെയർ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഫോർമുലേഷൻ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഏതാണ്, എക്സ്പ്രസോ ബ്രൗൺ, അതാണ് ഇത്. പിന്നെ ഉള്ളത് കാർണേഷൻ ന്യൂ, ഇത് നല്ല ഷെയ്ഡാണ്. ഇതെനിക്ക് ഒരു നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡാണ്. എനിക്ക് നോർമലി ഞാൻ വിചാരിച്ചത് എനിക്ക് പിങ്ക് ചേരില്ല എന്നാണ് എൻ്റെ ലിപ്സിന്, എൻ്റെ സ്കിന്നിന് അത് കോംപ്ലിമെൻ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇതിട്ടപ്പം എൻ്റെ ആ ഒരു ടാബു എല്ലാം മാറി. ഇത് പക്ഷെ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മാമാഅർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്, അതാണ് ഇത്. നെക്സ്റ്റ് വന്നിട്ട് ലവ് എർത്തിൻ്റെ ലിക്വിഡ് ന്യൂസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്, വെയ്റ്റ്ലെസ് ആണ്. ഒരു എക്സ്ട്രീംലി ഡ്രൈയിങ് ആണോ ചോദിച്ചാൽ ആണ്, പക്ഷെ അത് ഹെവി ആയിട്ട് തോന്നുന്നില്ല ലിപ്സ്റ്റിക്കിൽ. നല്ലൊരു ഷെയ്ഡാണത്. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്, ഒന്നും പറയാനില്ല. എനിക്ക് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. അഫോർഡബിളാണ്, 600, 500 ആ റേഞ്ചിലാണ് വരുന്നത്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആൻഡ്
ഇതിൻ്റെ റേറ്റും അഫോർഡബിൾ തന്നെയാണ്. ആൻഡ് ഇതിന് ഈ റേഞ്ചിൽ വരുന്ന വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഐറിഷ് കോഫിയാണ്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്രയോൺ ആണ്, ലിപ് ക്രയോൺ. ഇത് മാർസിൻ്റെ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്, ആ റേഞ്ചിൽ വരുന്ന ഒരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ഡ്രിപ്പിംഗ് സിറപ്പ്. ഇത് എനിക്കൊന്നും പറയാനില്ല, ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്, ഭയങ്കര നല്ല അടിപൊളി ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ്, പെർഫെക്റ്റ് ഷെയ്ഡാണ്. പക്ഷേ ഇത് എക്സ്ട്രീംലി ഡ്രൈയിങ് ആണ്. ഇത് ആക്ച്വലി നല്ലൊരു ലിപ് ബാം ഇട്ടതിന് ശേഷം കുറേ സ്വൈപ്പ് ചെയ്താലേ ഇതിൻ്റെ കളർ വരെ വരുള്ളൂ. കാരണം അത് അത്രയും ഡ്രൈ ആണ്. ആ ലിപ് ബട്ടറിൻ്റെ മേലേക്ക് അത് വരാൻ കുറച്ച് പണിയാണ്. ഇത് പക്ഷെ നല്ല ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ ഈ കളറിൻ്റെ ഷെയ്ഡ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ ലിപ് ബാം ഇട്ടതിന് ശേഷമാണ് ഇത് ചെയ്യാറ്. ഇത് ഇടുമ്പോഴേക്കും ആ ലിപ് ബാം തുടച്ചു കളയില്ല, അതിൻ്റെ മേലെ തന്നെ ഞാനിങ്ങനെ കുറേ സ്വൈപ്പ് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഇടാറ്. അപ്പോഴേക്കും ആ ലിപ് ബാമിൻ്റെ അതായത് ഓയിലിനെസ് ഒക്കെ പോയിട്ട് അത് ഡ്രൈ ആവാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഈസ് ടു ഡൈ ഫോർ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോൾ എങ്ങനെ സാധാരണ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്രാസ് കാപ്പി ഇട്ടിട്ട് അപ്പം തന്നെ ഇതിടും, ഒന്ന് അടിയിൽ ഈ ലൈനിൻ്റെ അവിടെ ഇതിടും. അപ്പോൾ നല്ലൊരു ഫിനിഷാവും. ഇത് മദ്രാസ് കാപ്പി പെട്ടെന്ന് അബ്സോർവ് ആയിട്ട് ഡ്രൈ ആവും, ലിക്വിഡ് മാറ്റ് അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിടും. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഇതിട്ടാൽ ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്, നല്ല ഫിനിഷ് വരും. പിന്നെ എന്ത് ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പോൾ വാങ്ങിയത്, എന്തെങ്കിലും ബ്ലണ്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ മറ്റേ സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ലിപ് ലൈനർ. ഇത് അതായത് ഇപ്പം എനിക്ക് ഇതിലെ ചില ഷെയ്ഡ്സ് ഒന്നും എനിക്ക് തീരെ ചേരില്ല. പക്ഷെ ഞാൻ ഇതും കൂടി ഇട്ട് ലൈൻ ചെയ്യുമ്പം ഇപ്പം ഈ ഷെയ്ഡ് തന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ അറ്റത്ത് ഇതിൻ്റെ ലൈനറാണ്, ഉള്ളിലത്തെയാണ് ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡ്. മേലൊക്കെ ലൈൻ കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് സ്മഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും നല്ല ഒരു ഷെയ്ഡായിട്ട് വരാറുണ്ട്. എൻ്റെ ലിപ്പിനുണ്ടോ ഒരൊറ്റ ഡാർക്ക് ലിപ് ലൈനർ മതി നമുക്ക് ചേരാത്ത അബദ്ധം പറ്റിപ്പോയ എല്ലാ ലിപ്സ്റ്റിക്കും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും, വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലിപ് ലൈനർ മസ്റ്റ് ആണ്. ഈ ഒരു ഡാർക്ക് കളർ ഇതിപ്പോൾ സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ വേണമെന്നില്ല, കുറേ എണ്ണത്തിൻ്റെ ഉണ്ട്, മാൾസിൻ്റെ ഉണ്ട്, വേറെയും കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഇതേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നൈക്ക് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്ര വലിയ വാവായിട്ടൊന്നും തോന്നിയിട്ടില്ല. മേ ബി ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് ഓൾമോസ്റ്റ് ഒരു ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ടാവായിരിക്കാം. ഇത് നല്ല പിഗ്മെൻറ്റഡും ആണ്, അതാണ് വേറൊരു കാര്യം. നല്ല പിഗ്മെൻറ്റഡും ആണ്, അടിപൊളിയാണ്, എനിക്കൊന്നും പറയാനില്ല. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മോസ്റ്റ്ലി എൻ്റെ ലിപ്പ് ഫില്ല് ചെയ്യാറ്. ഐ തിങ്ക് ദിസ് ഇസ് മസ്റ്റ് ഹാവ്. എല്ലാവരും ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ പറയും. കാരണം ഇത് അടിപൊളിയാണ്, അത്രയ്ക്കും ഉണ്ട്, ഞാൻ പറയുന്ന അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നോർമലി വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ആൻഡ് ഇത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ് ഷെയ്ഡ്സ് ആണ്. ചില വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പീരിയഡ് കെയർ പിന്നെ പേഴ്സണൽ ഹൈജീൻ അതിനെ പറ്റിയൊക്കെ ഒന്ന് വീഡിയോ ഇടുമെന്ന്. അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. യൂഷ്വലി ഞാൻ വലിയ പീരിയഡ് കെയറോ അങ്ങനെ പേഴ്സണൽ ഹൈജീൻ നോർമൽ ഹൈജീൻ അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഓവറായിട്ട് കെയർ ചെയ്യുന്ന ടൈപ്പ് ആളൊന്നുമല്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പീരിയഡൊന്നും അല്ല ഉണ്ടാവാറ്, നോർമൽ പീരിയഡ്സ് ആണ് ഉണ്ടാവാറ്. സോ അതുകൊണ്ടാണ് അതിനെപ്പറ്റി എനിക്ക് ഓവറായിട്ടൊന്നും പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാത്തത് കേട്ടോ. നിങ്ങൾ വല്ല മേക്കപ്പിനെയോ സ്കിൻ കെയറിനെ പറ്റി ചോദിക്കൂ, ഞാൻ ചെയ്തോളാം. സോ നിങ്ങൾ അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചാലും ഞാനത് ചെയ്തിരിക്കും. ആൻഡ് എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.